Praise the Lord. We welcome everyone to Miraculous Hand of Jesus Ministry. Let us worship together. Karthavan Dasan, Brother Binny Matthew is on the line. Binny, it's your time. You can start worshiping, lead worshiping. Let us worship together with Brother Binny Matthew. Thank you. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പല സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിന് നന്ദിയോട് പറയാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു, ഭൂമിയിൽ ജീവിക്കുവാൻ ഇത്രത്തോളം സഹായിച്ചു. ആ കരുണയുടെ സാഗരത്തിൻ്റെ കീഴിൽ നമ്മളാണെങ്കിൽ ഹല്ലേലൂയ, ഈ ലോകം ഒരു യാത്രയിൽ ഓരോ ദിവസവും മുന്നോട്ടോടുവാൻ കർത്താവ് ബലം തരുന്നവനാണ്. ആ ദൈവത്തെ നമ്മുടെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സബ്മിറ്റ് ചെയ്യാം. കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെല്ലാവരും മാറി നിന്നാലും, ലോകത്തിൽ ആരൊക്കെ ഞങ്ങളെ മാറ്റി നിർത്തിയാലും, മാറാത്തവൻ കരുണയുടെ സാഗരം ഞങ്ങളോടൊപ്പമുണ്ട്. കർത്താവെ, ഈ പകലിൽ ഈ സമയത്ത് അവിടുത്തെ കൃപ ഞങ്ങളുടെ മേലൊന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകമരിയാത്രയിൽ അതിന് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അറിയാവുന്ന പാട്ടാണ്, എല്ലാവരും ചേർന്ന് പാടാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ, ശോകക്കൊടുവെയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ, ശോകക്കൊടുവെയിലേറിടുമ്പോ, മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുൾക, കൃപയരുൾക, അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതി ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതി ദൈവകൃപയരുൾക. ഹല്ലേലൂയ. ആമേൻ. രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോ, രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോ, അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താം. അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താം. ഓ കൃപയരുൾക, കൃപയരുൾക, അളവെന്നെ പകർന്നിടുക. ഓ ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഓ ഹല്ലേലൂയ. കുരിരുൾ താഴ്വരയിൽ എന്റെ പാദങ്ങളിടറിടാതെ, കുരിരുൾ താഴ്വരയിൽ എന്റെ പാദങ്ങളിടറിടാതെ, അഗ്നിത്തൂണിൻ
യാനം ചെയ്യുവാനീ മരുവിൽ അഗ്നിത്തൂണിൻ പ്രഭയാ യാനം ചെയ്യുവാൻ ഈ മരുവിൽ കൃപയരുക അളവെന്നെ പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതി ദൈവകൃപയരുക ഈ ഭൂവിലൻ യാത്രയതി ദൈവകൃപയരുക. ഹല്ലേലൂയ, ആമേൻ. ഈ ലോകമരുയാത്രയിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് മുമ്പായി വിശ്വാസ പോർക്കളത്തിലോടിയ വിശുദ്ധന്മാർ അപ്രകാരമാണ് ഓട്ടമോടി തികച്ചത്. ഹല്ലേലൂയ. അവർ ചിന്തിച്ചു, ഞങ്ങൾ അന്യദേശത്ത് പരദേശികളാണ്. ഹല്ലേലൂയ. അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി നല്ല ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ആ ഭക്തരുടെ വിശ്വാസമാണ് നമുക്കും പിന്തുടരാം. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അതൊന്നും സാരമില്ല എന്നെണ്ണിക്കൊണ്ട് ഹല്ലേലൂയ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. നമുക്ക് മുമ്പായി ഓടിയ, മുൻപേ നടന്നവരുടെ പാതകൾ പിന്തുടരാം. ക്രിസ്തുവിൻ്റെ വിശ്വാസം നമുക്ക് ചുമലിലേറ്റാം. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിനെ പാടിച്ചു. അന്യദേശത്ത് പരദേശിയാ, മന്നിതിൽ കൂടാരവാസികളാ, ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യും. സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യും. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അന്യദേശത്ത് പരദേശിയാ, മന്നീതിൽ കൂടാരവാസികളാ. അന്യദേശത്ത് പരദേശിയാ, മന്നീതിൽ കൂടാരവാസികളാ. ഉന്നതരാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി കാത്തു വസിക്കുന്ന, ഉന്നതരാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി കാത്തു വസിക്കും. ഓ ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമ ജീവിതം വേറെയുണ്ടോ? ഹല്ലേലൂയ, ആമേൻ. പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട, ദൈവജനത്തിൻ്റെ കഷ്ടം മതി. പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട, ദൈവജനത്തിൻ്റെ കഷ്ടം മതി. നിക്ഷേപ വസ്തുക്കളെക്കാളും
ക്രിസ്തുവിൻ നിന്നയെ സമ്പത്തെന്നെണ്ണും. നിശ്ചയം നിക്ഷേപ വസ്തുക്കളെക്കാളും ക്രിസ്തുവിൻ നിന്നയെ സമ്പത്തെന്നെണ്ണും. ഇത്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഓ ഹല്ലേലൂയ. കഷ്ടതയാകും കടും തടവിൽ ദുഷ്ടലോകം ബന്ധനം ചെയ്യുകി. കഷ്ടതയാകും കടും തടവിൽ ദുഷ്ടലോകം ബന്ധനം ചെയ്യുകി. ഒട്ടും ഭയമെന്നെ അർദ്ധരാത്രി സന്തുഷ്ടരായി ദൈവത്തെ പാടി സ്തുതിക്കും. ഒട്ടും ഭയമെന്നെ അർദ്ധരാത്രി സന്തുഷ്ടരായി ദൈവത്തെ പാടി സ്തുതിക്കും. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ ധനത്തിനൊത്ത്. ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ ധനത്തിനൊത്ത്. തീർത്തു തരും ഒരു നമ്മുടെ ദേവന് സ്തോത്രം പാടിയിടുവിൻ ഹല്ലേലൂയ ആമേൻ. തീർത്തു തരും ഒരു നമ്മുടെ ദേവന് സ്തോത്രം പാടിയിടുവിൻ ഹല്ലേലൂയ ആമേൻ. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഹല്ലേലൂയ ആമേൻ. ദൈവം എത്ര അതിശയകരമായിട്ടാണ് നമ്മൾ വിശ്വാസ പോർക്കളത്തിൽ നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവ് മടങ്ങി വരും. ലോക സംഭവങ്ങൾ ഒന്നൊന്നായി അതാണ് വിളിച്ചു പറയുന്നത്. ഇനി അധികം കാലങ്ങളില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ച മനോഹര ദൗത്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അനേകരോട് സുവിശേഷം പങ്കുവയ്ക്കുവാൻ, ഈ തീയിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ വലിച്ചെടുക്കുവാൻ പ്രാർത്ഥനയ്ക്കായി ദൈവം നമ്മളെ ഒരുക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. അറിയാവുന്ന പാട്ടാണ്. എല്ലാവരും ഒരുമിച്ച് ആയിരിക്കുന്നവരോട് ചേർന്ന് പാടാമോ പ്രത്യാശയുടെ ഗാനം? ഹല്ലേലൂയ ആമേൻ. താങ്ക് യു ജീസസ്. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയാ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാമോ? താങ്ക് യു ജീസസ്. സമാധാനമില്ല ഭൂമി, അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ.
സമാധാനമില്ല ഭൂമി, അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പല്ലേവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പല്ലേവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ, മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ. ഓ ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ, മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോ. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി, പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി, പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ചേർന്ന് പാടാമോ? പാടുവിൻ നവഗാനം, അറിയിപ്പിൻ സുവിശേഷം. ദൈവരാജ്യമാസന്നമായി, മനം തിരിവിൻ. ഒരുമിച്ച് ചേർന്ന് പാടിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. പാടുവിൻ നവഗാനം, അറിയിപ്പിൻ സുവിശേഷം. ദൈവരാജ്യമാസന്നമായി, മനം തിരിവിൻ. ഓ പാടുവിൻ നവഗാനം, അറിയിപ്പിൻ സുവിശേഷം. ദൈവരാജ്യമാസന്നമായി, മനം തിരിവിൻ. ഓ യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ, കാഹളം മുഴക്കിടാം ദൈവജനമേ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ, കാഹളം മുഴക്കിടാം ദൈവജനമേ. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയാ. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയാ. ഹല്ലേലൂയ. ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കാലങ്ങൾ നമ്മെ വിട്ട് പായുകയാണ്. നമ്മുടെ കർത്താവ് വരാറായി. യെരിഹോവിന്റെ മതിലുകൾ തകർത്തിടാൻ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ശത്രു കൊണ്ടുവരുന്ന കോട്ടകളെ യേശുവിൻ്റെ നാമത്തിൽ തകർക്കുവാൻ നമുക്ക് കഴിയും. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾക്ക് തന്ന മനോഹരമായ സമയത്തിനായിട്ട് സ്തോത്രം. പല ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വചനം കേൾക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ തരുന്ന മനോഹരമായ സമയത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് മൂടണമേ കർത്താവെ. വിശ്വാസ പോർക്കളത്തിൽ ഞങ്ങളായിരിക്കുന്നു, ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ആ കരുണയുടെ സാഗരം ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവെ. കൃപ കൊണ്ട് മൂടണം. മഹത്വത്തിനായി എല്ലാം ചെയ്താട്ട് അവിടുത്തെ തിരുനാമം മഹത്വം എടുക്കണമേ. ക്രിസ്തുയേശുവിന്റെ പേരെ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ സുരേഷ് ബാബു. പാസ്റ്റർ ബ്രദർ മാത്തുക്കുട്ടിയോടും പാസ്റ്റർ സുരേഷ് ബാബുവിനോടും ഞങ്ങൾ ഹൃദയംഗമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വൺസ് അഗെയിൻ, വൺ മോർ ടൈം, ഞങ്ങളുടെ കേൾവിക്കാരായി ലൈനിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും മിറക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്പീക്കറെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഇന്ന് അനുഭവ സാക്ഷ്യമായി നമ്മൾ മധ്യത്തിൽ കടന്നു കഴിഞ്ഞ സഹോദരിയുടെ പേരാണ് ജയകുമാരി. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെ പോലെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പക്ഷെങ്കിൽ മാന്യ സഹോദരി കടന്നു പോകുന്ന വിഷമങ്ങളും ഭാരങ്ങളും ചുറ്റുപാടുകളും നമ്മൾ അറിയുമ്പോൾ ദൈവം നടത്തുന്ന വഴികളെ പറ്റി എത്ര സ്തുതിച്ചാലും മതിയാകില്ല. മാന്യ സഹോദരി ജയകുമാരി കഴിഞ്ഞ 34 വർഷമായി ബെഡിൽ കിടന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. പ്രിയ മാന്യ സഹോദരിയെ അഫക്ട് ചെയ്യുന്ന അസുഖത്തിന്റെ പേരാണ് ട്രാൻസ്വേഴ്സ് മിലിറ്റസ് പറയും. ട്രാൻസ്വേഴ്സ് മിലിറ്റസ് പാരാലിസിസ് കഴിഞ്ഞ 34 വർഷമായി മാന്യ സഹോദരിയെ രോഗം തളർത്തുവാൻ ശ്രമിക്കുന്നെങ്കിൽ അതിനുപരിയായി മറ്റ് സാഹചര്യത്തിലും കർത്താവിന്റെ സാക്ഷിയായി മുൻപോട്ട് പോകുവാൻ മാന്യ സഹോദരി ഉപയോഗിക്കുന്ന വഴികൾക്കായി സ്തോത്രം. മാന്യ സഹോദരി മറ്റനേക മിനിസ്റ്ററുകൾ ചെയ്യുന്നുണ്ട്. റേമ പ്രയർ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് എബനേസർ പ്രയർ ഫെലോഷിപ്പ് അനേക മീറ്റിങ്ങുകളിൽ. പ്രിയമുള്ളവരെ, നമുക്ക് 2 കൈയുണ്ട്, നമുക്ക് 2 കാലുണ്ട്, സംസാരിക്കാം, നടക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു കർത്താവിന് വേണ്ടി? ഒരു മൊബിലിറ്റി ഇല്ലാത്തതായ മാന്യ സഹോദരിയെ കർത്താവ് ഉപയോഗിക്കുന്ന വഴികളെ ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാകയില്ല. ആ മാന്യ സഹോദരിക്ക് സ്വന്തമായ ഭവനമില്ല. പ്രിയപ്പെട്ടവരുടെ ജീവിത പങ്കാളി ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വിധേയമായി. ആ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഫലമായി ആ പ്രിയപ്പെട്ടവൻ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. ആ മാന്യ സഹോദരി ഏകയായി മുൻപോട്ട് പോകുന്നു. സഹോദരന്മാരോട് താമസിച്ച് മുൻപോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളവരെ കാണുക, കേൾക്കുക, വിളിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുമായി കൂട്ടായ്മ ചെയ്യുക എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ധന്യമായ കാര്യമാണ്. മാന്യ സഹോദരി ജയകുമാരി, യു ആർ മോസ്റ്റ് വെൽക്കം ടു അവർ മിറക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രി പ്ലാറ്റ്ഫോം. അൺമ്യൂട്ട് ചെയ്തിട്ട് മാന്യ സഹോദരിക്ക് അടുത്ത 40-45 മിനിറ്റ്സ് ടൈം സഹോദരിയുടെ അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം. മാന്യ സഹോദരിയെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചോളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും വളരെ സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടി ദൈവസന്നിധിയിലായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് എന്ന ഈ മിനിസ്ട്രിയിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ, അതിനോട് ചേർന്ന് കണ്ട് പ്രവർത്തിക്കുന്ന മറ്റ് ഭാരവാഹികളെല്ലാവരും, അതുപോലെ സ്തോത്രം ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ ഞാൻ എന്റെ സാക്ഷ്യം പറയുവാനാണ് എന്നോട് പറഞ്ഞെങ്കിലും ദൈവത്തിന്റെ ഒരു വചനം വായിക്കുകയാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യം ഇങ്ങനെ കാണുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു തന്റെ സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് അല്പം മുമ്പ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് സ്തോത്രം കൊടുത്ത ഒരു കൽപ്പനയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ ഒരു ഭാഗ്യ പദവി സർവശക്തനായ ദൈവം എന്റെയും ജീവിതത്തിൽ നൽകുവാനിടയായി. സ്തോത്രം. എന്റെ പേര് ജയകുമാരി എന്നാണ്. സ്തോത്രം. ഞാൻ കോട്ടയം ജില്ലയില് ഇരാറ്റുപേട്ട തലപ്പലം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് കോട്ടയം ആർപ്പൂക്കര ജില്ലയിലെ എന്റെ സഹോദര ഭവനത്തിലായിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഞാനൊരു ഹൈന്ദവ നായർ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിക്കപ്പെട്ടത്. എന്റെ മാതാപിതാക്കൾ അച്ഛൻ നാരായണപിള്ള, അമ്മ അമ്മുക്കുട്ടിയമ്മ. ഞങ്ങൾ 5 മക്കളാണ്. സ്തോത്രം. രണ്ടാമത്തെ ആളാണ്. എന്റെ മൂത്ത ഒരാള്, ഒരു സഹോദരി, താഴെ 2 സഹോദരന്മാർ, അതിന്റെ താഴെ ഒരു സഹോദരി. ഞങ്ങൾ അങ്ങനെ 5 കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. വളരെ സന്തോഷത്തോടും ഒക്കെ ചെറുപ്രായത്തിലെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള എല്ലാ വിശ്വാസത്തിലും വളരെ ഇൻവോൾവ് ആയിക്കൊണ്ട് തന്നെ സ്തോത്ര ക്ഷേത്ര കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് സ്വന്തമായി ഇരാറ്റുപേട്ട ഹല്ലേലൂയ സ്തോത്ര ടവഴിൽ തന്നെ ഒരു ക്ഷേത്രങ്ങള് കുടുംബവകയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനോടനുബന്ധിച്ച് വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് വളർന്നു വരുവാൻ പറ്റി. സ്തോത്രം. എന്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ്
പ്രീഡിഗ്രി വരെ പഠിക്കാനേ അന്ന് കഴിഞ്ഞുള്ളൂ. സ്തോത്രം. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിവാഹമായി. 23-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. സ്തോത്രം. 1.5 വർഷം ഞാൻ 1988 മെയ് 29-നായിരുന്നു എൻ്റെ വിവാഹം. പാലായില് 12 മൈൽ എന്ന സ്ഥലത്ത് ആണ് എന്നെ വിവാഹം കഴിച്ചത്. എൻ്റെ ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റ് ക്ലാർക്കായിരുന്നു. സ്തോത്രം. 1.5 വർഷത്തോളം വളരെ സന്തോഷമായിട്ടും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ കുടുംബജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പെട്ടെന്ന് എനിക്ക് ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ചങ്കിന് വേദന അനുഭവപ്പെട്ടു. ആ വേദന അതികഠിനമായി. എനിക്ക് നിൽക്കാൻ ഇരിക്കുവാനും ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, വേദന അതികഠിനമായിക്കൊണ്ടിരുന്നു. സ്തോത്രം. ആ ഹോസ്പിറ്റലിൽ എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പാനിടയായി. സ്തോത്രം. അവിടെ വന്നപ്പോഴേക്കും എൻ്റെ കാലിന്റെ പെരുവിരൽ മുതൽ ഇങ്ങനെ ഒരു മരവിപ്പ് മേളിലോട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ചങ്കിന്റെ ഹല്ലേലൂയ ഈ ഭാഗം, അതായത് മെഡിക്കൽ സയൻസ് പറയുന്നത് T4 ലെവൽ എന്ന് പറയും, ആ ഭാഗം വരെയും ബാൻഡായിട്ട് തളർന്നു പോകാനിടയായി. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ശരീരം ഉണ്ട് എന്ന് പോലും എനിക്ക് അനുഭവപ്പെടാത്ത വിധത്തില് ഈ ചങ്കിന് താഴോട്ട് ശരീരമുള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല. സ്തോത്രം. എൻ്റെ ആന്തരാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു, യൂറിൻ മോഷൻ എല്ലാം സ്തംഭിച്ചു പോയി. ഞാൻ സമയം 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. സ്തോത്രം. അതും അബോർഷനായി പോയി. അങ്ങനെ വളരെ ഗുരുതരാവസ്ഥയിൽ ഹല്ലേലൂയ മരണത്തോട് മല്ലടിക്കുന്ന ഒരു സാഹചര്യം മെഡിക്കൽ കോളേജിൽ 64 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഈ ഗുരുതരാവസ്ഥയുടെ മധ്യത്തിന് ഹല്ലേലൂയ സ്തോത്രം ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അത്ഭുതങ്ങൾ നടക്കുവാനിടയായി. സ്തോത്രം. കാരണം ഞാനിങ്ങനെ വേദനയുടെ കാഠിന്യത്തിലൊക്കെ ഇരിക്കുമ്പോൾ പലരും എന്നെ കാണാൻ വരുന്നുണ്ട്, ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ഹല്ലേലൂയ ഒരു വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്ത് നല്ല പ്രായമുണ്ട്, സ്കെൽറ്റ് ആയിട്ടുള്ള ഒരു അപ്പച്ചൻ എൻ്റെ അടുക്ക് വന്നിട്ട് ഒരു പേപ്പർ കഷ്ണം ഇങ്ങനെ കട്ടിലേക്ക് ഇട്ടിട്ട് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, യേശു നിങ്ങളെ സൗഖ്യമാക്കും. സ്തോത്രം. അദ്ദേഹം അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ചിന്തിക്കാനിടയായി. സ്തോത്രം. ഞാൻ ഈ അസുഖം വന്നപ്പോ തൊട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഞങ്ങളുടെ അമ്പലങ്ങളിലും ഓരോ എനിക്കറിയാവുന്ന എല്ലാ ദേവന്മാർക്കൊക്കെ എന്നെ എഴുന്നേൽപ്പിച്ചാൽ ഞാൻ ഇന്ന നേർച്ച കഴിക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഈ യേശു സൗഖ്യമാക്കും എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി. സ്തോത്രം. എന്നാൽ അർദ്ധരാത്രിയിൽ അന്ന് ആദ്യം ഉണ്ടായതുപോലെ തന്നെ ഒരു ശക്തമായ ചങ്കുവേദന ഉണ്ടായി. ഞാൻ പെട്ടെന്ന് ഡോക്ടർമാർ വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് ഞാനിങ്ങനെ മയങ്ങുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. വലിയ ഒരു സ്ക്രീന്, ഹല്ലേലൂയ കറുത്ത ഒരു സ്ക്രീന് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് അടുക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ആദ്യം എൻ്റെ കാലെ സ്പർശിച്ചു. പിന്നീട് ഇങ്ങനെ ഈ ട്രാൻസ്ലൂസ്മൈലൈറ്റിസ് വന്നതുപോലെ തന്നെ ഒരു സ്ലോ ആയിട്ട് ഇതിങ്ങനെ കയറി വന്ന് എൻ്റെ ചങ്കിന്റെ ഈ ഭാഗം വരെ വന്നപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനിപ്പോൾ മരിക്കും. സ്തോത്രം. എന്നാൽ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം. ഹൈന്ദവ ആചാരപ്രകാരവും ഞങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പത്തൊട്ടേ സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി. ഞാൻ ഏത് ദൈവത്തെ വിളിച്ചാൽ സ്വർഗത്തിൽ പോകും? ഇത്രയും നാൾ ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ആചാരപ്രകാരമുള്ള ദേവന്മാരെയൊക്കെ ആരാധിച്ചു. ഇപ്പോൾ ഇതാ യേശു സൗഖ്യമാക്കുമെന്ന് പറയുന്നു. സ്തോത്രം. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തില് ഞാൻ ഏത് ദൈവത്തെ വിളിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും? ഞാൻ വിളിക്കുന്ന ദൈവം യഥാർത്ഥത്തിൽ ദൈവം അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ദൈവമേ എന്ന് വിളിക്കുവാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. എല്ലാം ഒരു ഞൊടിയിടയിലാണ്, സെക്കൻഡുകൾ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്നു. സ്തോത്രം. എൻ്റെ പിതാവിനെ ഞാൻ അച്ഛ എന്നോ പപ്പ എന്നോ ഡാഡി എന്നോ എങ്ങനെ വിളിച്ചാലും പിതാവ് തന്നെയാണല്ലോ. അതുകൊണ്ട് ദൈവം ഏകനാണ്. സ്തോത്രം. ആ ദൈവം തന്നെ ആയതുകൊണ്ട് ദൈവമേ എന്ന് ഞാൻ വിളിക്കാനിടയായി. സ്തോത്രം. 116-ാം സങ്കീർത്തനത്തില് ഇങ്ങനെ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും. 3-ാമത്തെ വാക്യത്തില്, അതായത് മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു, ഞാൻ യഹോവയോട് നിലവിളിച്ചു. സ്തോത്രം. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ഹല്ലേലൂയ സ്തോത്രം. അതെ ഹല്ലേലൂയ ചെവിക്കൊണ്ട് സ്തോത്രം ഉത്തരം അരുളി. ഹല്ലേലൂയ. അതെ എന്നെ വിടിവിപ്പാനായിട്ട് സ്തോത്രം. എനിക്ക് യഹോവയാണെന്ന് സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ യാഹ് എന്ന ദൈവത്തിന്റെ പേരോ അല്ലെ ഒരു ദൈവം ആരാണെന്ന് വെളിപ്പെടാതിരുന്ന സമയത്ത്
ഞാൻ സ്തോത്രം വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവം എന്റെ അടുത്തേക്ക് സ്തോത്രം ഇറങ്ങി വരുവാനിടയായി. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ വിളിച്ച സമയം തന്നെ എനിക്കൊരു വലിയ ലൈറ്റ് പ്രകാശിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഈ കറുത്ത ആ രൂപം, ആ മരണ പാശങ്ങൾ എന്നെ വിട്ടിട്ട് പയ്യെ അത് പുറകോട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് പിൻവാങ്ങുന്നത് കാണുവാനിടയായി. സ്തോത്രം. അത് കഴിഞ്ഞ് ഞാനൊരു വെളിച്ചം കാണുകയാണ്. ആ വെളിച്ചത്തിൽ തന്നെ ഒരു നല്ലൊരു ഉദ്യാനം, അവിടെ അനേക ചെടികൾ ഇങ്ങനെ വെട്ടി നിരനിരയായി നിർത്തിയിരിക്കുകയാണ്. ബൾബുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്, വിവിധ വർണ്ണങ്ങളായ ബൾബുകളാണ്. അപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി പാരമ്പര്യ വേഷമായ ക്രൈസ്തവ പാരമ്പര്യ വേഷമായ ചട്ടയും മുണ്ടും ഒക്കെ കൊടുത്ത നല്ല, ഞാൻ അതുവരെയും കേട്ടിട്ടില്ലാത്ത, എനിക്കറിയാത്ത നല്ല ഗാനങ്ങൾ പാടിക്കൊണ്ടിങ്ങനെ നടക്കുന്നു. പെട്ടെന്ന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഞാനും ഈ അമ്മച്ചിയോട് ചേർന്നു. സ്തോത്രം. അതെന്റെ മനസ്സിന് വലിയ ഒരു ആശ്വാസം, ഒരു സന്തോഷം പകരുന്ന ഒരു അനുഭൂതിയായി മാറി. സ്തോത്രം. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചോദിച്ചാല് യേശു ആണോ ദൈവം, ഏതാണ് ദൈവമെന്ന്. അപ്പോൾ എന്റെ മനസ്സിന് ലഭിച്ച സന്തോഷവും അനുഭൂതിയും എനിക്ക് മനസ്സിലായി, യേശു ആണ് ദൈവമെന്ന്. എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് ദൈവം ഒരു കൺഫർമേഷൻ എന്റെ ഉള്ളിലിട്ടു. സ്തോത്രം. പിന്നീട് ഞാൻ 64 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. എങ്കിലും എന്റെ ശരീരത്തിന് വലിയ മാറ്റമില്ല. അതികഠിനമായ വേദനയൊക്കെ കുറഞ്ഞു, തളർച്ചയ്ക്ക് വലിയ മാറ്റമില്ല. അങ്ങനെ ഞാൻ ഭവനത്തിൽ വന്നു. പിന്നീട് കുറച്ച് നാള് അലോപ്പതി ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ചെറുപ്രായമാണല്ലോ, സ്തോത്രം. വിവാഹം കഴിഞ്ഞിട്ടും അധികം ആയില്ല. എല്ലാവർക്കും ടെൻഷനായി. ഒത്തിരി ട്രീറ്റ്മെന്റുകൾ മാറി ക്ഷമയില്ലാതെ വണ്ണം പല ട്രീറ്റ്മെന്റുകളിലേക്ക് കടന്നു പോകാനിടയായി. ഒരിടത്തും ഒരു രക്ഷയും ലഭിച്ചില്ല. അങ്ങനെ ഒരു 2 വർഷത്തോളം എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ നിന്ന് ശുശ്രൂഷിപ്പാനിടയായി. എന്റെ സഹോദരങ്ങളുടെ മാതാവ് എല്ലാവരും എന്നെ വളരെ കെയർ ചെയ്തു. പക്ഷെ 2 പേര് വേണം എന്നെ ഒന്ന് തിരിച്ചു കടത്തണം. ഈ യൂറിൻ ഒക്കെ ഇങ്ങനെ കൺട്രോളിലില്ലാതെ പോകുന്നു. അപ്പോൾ എനിക്കൊരു ബെഡിൽ പോലും യഥാർത്ഥത്തിൽ എനിക്ക് കിടക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. കാരണം എന്നാന്ന് ചോദിച്ചാല് ഈ യൂറിൻ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇത് സ്തോത്രം, ഒരു കട്ടിലേൽ ഒരു ബക്കറ്റ് കട്ടിലിന്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പലക അടിച്ചേക്കുക, അതിലൂടെ ഇങ്ങനെ പോകുന്നത്. ഇത്രയും ഭാഗം കംപ്ലീറ്റ് തളർന്നു പോയത് കൊണ്ട് മേളിലോട്ടുള്ള ഭാഗത്തിന് ഇങ്ങനെ ഭയങ്കര എപ്പോഴും എന്തോ ഒരു വർക്കിംഗ് നടന്നിട്ട് വിയർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ശരിക്കൊരു വസ്ത്രം പോലും ധരിക്കുവാൻ കഴിയാതെ ഏകദേശം ഒരു 4-5 വർഷത്തോളം ഒരു നൈറ്റി മാത്രം ബാക്കി ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വിടും. അങ്ങനെ ഞാൻ മുൻപോട്ട് കടന്നു പോകേണ്ടതായി വന്നു. സ്തോത്രം. അപ്പോഴും എനിക്ക് ഹല്ലേലൂയ ഒരു സൗഖ്യം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു ഗ്രാജുവലി ഒരു അല്പ റിക്കവറി വരും എന്നല്ലാതെ പൂർണ്ണമായ ഒരു സൗഖ്യം എനിക്ക് ഹല്ലേലൂയ ലഭിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. അങ്ങനെ ഞാൻ വളരെ ദുഃഖത്തിന്റെ അഗാധതയിൽ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ ഹല്ലേലൂയ സ്തോത്രം വിചാരിച്ചു, എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത എന്റെ സഹോദരങ്ങള്, മാതാപിതാക്കള് എല്ലാവരും ഹല്ലേലൂയ അങ്ങ് വളരെ കഷ്ടതയിലേക്കും ഭാരത്തിലേക്കും ഒക്കെ ആയി പോകുന്നു. സ്തോത്ര. സാമ്പത്തികമായും എല്ലാ വിധത്തിലും മാനസികമായും എല്ലാം തളർന്ന ഒരവസ്ഥയിൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചിന്തിക്കാനിടയായി. ദൈവമേ, എന്റെ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത ഒരു സാഹചര്യം. ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരവും ശല്യവുമായി തീർന്നു. അതുകൊണ്ട് എനിക്കിനി ജീവിക്കേണ്ട, എങ്ങനെയും ഒന്ന് മരിച്ചാൽ മതി എന്ന് ഞാൻ പലതവണ ദൈവത്തോട് ഹല്ലേലൂയ സ്തോത്രം പറയുവാനിടയായി. പിന്നീട് ഹല്ലേലൂയ സ്തോത്രം നിരാശ കൊണ്ട് ആത്മഹത്യ വരെ പലപ്പോഴും ചിന്തിച്ചു. എന്നാൽ ഹല്ലേലൂയ 80% മരിച്ച് ഹല്ലേലൂയ അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മഹത്യ പോലും നിഷേധിച്ചിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ ഈ റൂമിൽ തന്നെ കിടക്കുമ്പോൾ എന്റെ ജനലിന്റെ വിൻഡോയുടെ വാതിക്കല് 2 പേർ കടന്നു വരുവാനിടയായി. അവര് സുവിശേഷം ലഘുവിലാകളൊക്കെ ഭവന സന്ദർശനം നടത്തുന്നവരായിരുന്നു. അവര് പെട്ടെന്ന് എന്റെ അമ്മയോട് അനുവാദം ചോദിച്ചു. അപ്പോൾ റൂമിൽ കയറി വരാൻ പറഞ്ഞു. എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. അവര് കടന്നുപോയി. സ്തോത്രം. അതേ ദിവസം തന്നെ അടുത്ത ആഴ്ചയിലും അവർ കടന്നു വരുവാനിടയായി. അങ്ങനെ ഒരു 2-3 ആഴ്ചയായപ്പോ എനിക്ക് വലിയ ഒരു സമാധാനം എന്റെ ഉള്ളത്തിൽ ലഭിക്കാനിടയായി. അപ്പോൾ ഞാൻ ഇവര് വരുന്ന എല്ലാ ആഴ്ചയിലും നോക്കിയിരിക്കും ഈ ദൈവദാസന്മാര് കടന്നു വരുന്നത്. അങ്ങനെ സ്തോത്രം ചില നാളുകൾ 1-2 വർഷങ്ങളോളം ഇവര് എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും കുറച്ചായിട്ട് വചനം പറഞ്ഞു തരികയൊക്കെ ചെയ്തു. ഈ സമയത്ത് എന്നാല്
എനിക്ക് മനസ്സിന് ഒരു വലിയ സമാധാനം. എത്ര അഗാധമായ ദുഃഖമുണ്ടെങ്കിലും എൻ്റെ മനസ്സിന് പ്രത്യേക ഒരു സമാധാനം എനിക്ക് ലഭിക്കുവാനിടയായി. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ഈ ലോകം തരുന്ന സമാധാനമല്ല. ഹല്ലേലൂയ. സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും തരുവാൻ കഴിയാത്ത കൃത്യമായ സമാധാനം എൻ്റെ ഉള്ളത്തിൽ തരുവാൻ എൻ്റെ കർത്താവായ യേശുവിന് കഴിഞ്ഞു. സ്തോത്രം. ഞാനെന്നാൽ യേശുവിനെ, ഹല്ലേലൂയ, സ്തോത്രം, അഗാധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ശാരീരികമായ രോഗത്തിന്റെ അവസ്ഥയിൽ എനിക്കൊരു സൗഖ്യം ലഭിക്കാത്തത് കൊണ്ട് വീണ്ടും ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അമ്മേ, ഇവിടെയും നിന്നിട്ട് നമുക്കൊരു കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് വീണ്ടും ക്ഷേത്രങ്ങളിലേക്ക് കടന്നു പോകാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഞാനൊരു തീരുമാനം, ഈ ബൈബിള് ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്കൊരു ഒരു വേർഡ് മനസ്സിലായി. സ്തോത്രം. അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ തുറക്കപ്പെടും, യാചിപ്പിൻ തരപ്പെടും. സ്തോത്രം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ നിന്നോട് ചോദിക്കാഞ്ഞിട്ടാണോ? സ്തോത്രം. ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടാണോ? ഇനി എവിടെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്? ഞാൻ ഇനി എന്താണ് മുട്ടേണ്ടത്? എന്നെ പോലെ മുട്ടുകയും അന്വേഷിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്റെ ഹൃദയം കണ്ട്. സ്തോത്രം. ഞാൻ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹല്ലേലൂയ ഒരു വ്യക്തിയുണ്ടോ? നീ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? യേശു ദൈവമാണെങ്കിൽ എനിക്കത് വെളിപ്പെട്ട് വരണം. അതല്ല, ഹല്ലേലൂയ, ഞാൻ അപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ പോയി ഒരു ഷഷ്ടിവ്രതം എടുക്കാം. അത് ഇച്ചിരി നീണ്ട ഒരു 7 മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. 1 മാസത്തിൽ 7 ദിവസം വ്രതം എടുത്ത് ഒരു ദിവസം അവിടെ പോയി അവിടുത്തെ എല്ലാ ക്രിയകളിലും നമ്മൾ പങ്കെടുക്കണം. അങ്ങനെ 1 മാസമായി, 2 മാസമായി, 3-ാമത്തെ ദിവസം. അപ്പൊ ഈ ഷഷ്ടി വ്രതം എടുക്കുന്ന ദിവസം മാത്രം ഞാൻ ബൈബിള് വായിക്കത്തില്ല. അല്ലാത്തപ്പോൾ ഞാൻ ബൈബിളൊക്കെ ഇടയ്ക്ക് പറ്റുന്നത് പോലെ തീർത്തും കിടപ്പാ. അപ്പം ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കും, ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ 3 മാസം കഴിഞ്ഞു. 4-ാമത്തെ മാസം 3 ദിവസം ഞാൻ വ്രതം എടുത്തു. 4-ാമത്തെ ദിവസം എൻ്റെ ഈ ഭവനത്തിലേക്ക്, സ്തോത്രം, ഞങ്ങളുടെ അടുത്തുനിന്ന് കുറെ ചില മെമ്പേഴ്സുകൾ കടന്നു വന്നിട്ട് പറഞ്ഞു, അവിടെ ഒരു ഉപവാസ പ്രവർത്തനം നടക്കുന്നുണ്ട്, വരികയാണെങ്കിൽ അവിടെ വന്നാൽ പൂർണ്ണമായ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചു. എങ്കിലും ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റത്തില്ല, സ്തോത്രം, എന്റെ സാഹചര്യം എന്നതാണെന്ന് പറഞ്ഞ് അവരെ വളരെ നിരാശയോടെ കടത്തി വിട്ടുവെങ്കിലും സ്തോത്രം, ഇവര് പോയി കഴിഞ്ഞപ്പോ തൊട്ട് ഈ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായതുപോലെ ഒരു മനസ്സിനൊരു ഭയങ്കര വല്ലാത്ത പ്രയാസം എൻ്റെ മേൽ ഉണ്ടായി. സ്തോത്രം. ഞാൻ പോണോ വേണ്ടിയോ ഇങ്ങനെ ചിന്തിച്ച് രാത്രി ഞാൻ ഒത്തിരി സമയം ദൈവസന്നിധിയിൽ, എന്നെ ആരും കൊണ്ടുപോകാനില്ലോ, എന്റെ സഹോദരൻ എടുത്തുകൊണ്ട് വേണം പോകാന്, നല്ല സൗകര്യമുള്ള ഒരു വഴിയോ വാഹന സൗകര്യമോ ഒന്നുമില്ല, ഞാൻ ഇനിയും കഷ്ടപ്പെടുത്തണം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കിടന്നു. വെളുപ്പിന് ഹല്ലേലൂയ ഒരു ഏകദേശം 4 മണി കഴിഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടു. എൻ്റെ ഈ ഡോറ് തുറന്ന ഒരു സഹോദരി, നമ്മളെ ടീച്ചർമാരൊക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറി വരുന്ന ഒരു പവറിന്റെ ഒരാൾ ഇങ്ങനെ കയറി വന്നപ്പോൾ എൻ്റെ ഇടത്തും വലത്തും അനേക സഹോദരിമാരുണ്ട്. അവര് പെട്ടെന്ന് എന്നെ കുറിച്ച് എന്തൊക്കെയോ ഈ സഹോദരിയോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുക, ദൈവമേ, ഇവരെന്തൊക്കെയാണ് എന്നെ കുറിച്ച് പറയുന്നത്? ഞാനിതൊന്നും ചെയ്തതല്ലോ, എന്നെ ഈ ടീച്ചർ അല്ലെങ്കിൽ ഈ സഹോദരി വഴക്ക് പറയുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ, സ്തോത്രം, പെട്ടെന്ന് അവര് പറഞ്ഞു, ഹല്ലേലൂയ, ബാ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. പെട്ടെന്ന് അവര് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തിയിട്ട് ഹല്ലേലൂയ അവര് എന്തോ പ്രാർത്ഥിച്ചത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ 2 കൈയിലേക്കും തൂമഞ്ഞ് പോലെ 2 കൈയുടെ ഈ മുട്ടിന്റെ ഈ ഭാഗം വരെയും സ്തോത്രം മഞ്ഞ് കൊണ്ട് പൊതിഞ്ഞ ഒരനുഭവം. അവരുടെ കൈ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ ചോദിക്കാണ്, കർത്താവേ, ഈ ലോകം ഞാൻ ആരെ ഏൽപ്പിക്കും എന്ന് ചോദിച്ചു. പെട്ടെന്ന് അവര് തിരിഞ്ഞു. അപ്പൊ ഞാൻ ഇരിക്കുക, എൻ്റെ 2 കൈയിലും ഇങ്ങനെ എൻ്റെ തലയിലേക്ക് 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ ബാക്കിൽ കൂടി എന്നെ ഒന്ന് തലോടുവാൻ ഇടയായി. അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ, എന്നെ ഇതൊന്നും ഏൽപ്പിക്കണ്ട, കാരണം എനിക്ക് ഇതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്തോത്രം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു അശരീരി കേൾക്കുവാനിടയായി. സ്തോത്രം. ഇങ്ങനെയാണ്, ഹല്ലേലൂയ, അത് നീ അല്ല തീരുമാനിക്കുന്ന, ഞാനാണെന്ന്. സ്തോത്രം. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ ശക്തി കടന്നു വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഹൃദയത്തിൽ എന്തോ ഇങ്ങനെ തിങ്ങി ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണുനീർ ധാരധാരയായി വരുന്നു. ഞാൻ ഒരു ദിവസം മുഴുവൻ അങ്ങനെ കരഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്തായാലും ചർച്ചിൽ പോകുവാൻ ഒരു തീരുമാനമെടുത്ത് ഞാൻ അങ്ങനെ പോകുവാനായിട്ട് ആഗ്രഹിച്ച് ഇവിടെ ചോദിച്ച് എന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. സ്തോത്രം. അതിനു മുമ്പ് ഞാൻ ആ ഹോസ്പിറ്റലിൽ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്നുകൂടി പോയി ചെക്കപ്പ് ചെയ്യാം എന്ന് വിചാരിച്ച് പോയി എക്സ്റേ ഒക്കെ എടുത്തു. ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ പറഞ്ഞു മറ്റു അസ്ഥികൾക്ക് ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് എന്റെ കുഴപ്പം? അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുവാനിടയായി, മസിൽ പവർ
ഇല്ല. അപ്പം 12 വർഷമായി ആ സമയത്ത്. ഇത്രയും വർഷമായ സ്ഥിതിക്ക് ഇനി ഇത് മടങ്ങി വരാൻ സാധ്യതയില്ല എന്ന് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിരുന്നു എന്നെ നോക്കിയത്. ആ ഡോക്ടർ ഇങ്ങനെ പറയുവാനിടയായി. സ്തോത്രം. അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ തലേ ദിവസം എന്റെ അടുക്കൽ വന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരണമെന്ന് പറഞ്ഞ ആ ഒരു ഇത് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് അപ്പോൾ ഓട്ടോയിൽ ഇരുന്ന് ഞാൻ ചോദിച്ചു എന്റെ ബ്രദറിനോട്, എന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഒന്ന് കൊണ്ടുപോകാമോ എന്ന്. അങ്ങനെ സ്തോത്രം, ജീവിതത്തിൽ ആദ്യമായി എന്റെ കുടുംബത്തിൽ നിന്ന് ഞാനും എന്റെ അമ്മയും എന്റെ അനിയത്തിയും എന്റെ സഹോദരനും കൂടി ഒരു പെന്തക്കോസ്ത ആരാധനാലയത്തിൽ ആദ്യമായി കടന്നു പോകുവാനിടയായി. അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾക്ക് അതിനു മുമ്പ് എങ്ങും ലഭിക്കാത്ത ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടായി. സ്തോത്രം. ഒരു വളരെ ശാന്തത, ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷം അവിടെ അനുഭവപ്പെട്ടു. സ്തോത്രം. അങ്ങനെ എനിക്ക് എന്നെ എടുത്തുകൊണ്ടാണ് പോയത്. എനിക്ക് കസേരയിലൊന്നും ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നിലത്തൊരു ബെഡ് ഇട്ടിട്ട് കാല് നീട്ടി 2 തലയിലും നടുവിന് ചാരി വെച്ചാണ് ഞാൻ ഇരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ നല്ല പാട്ടുകളൊക്കെ ഇവിടെ കേട്ട ആരാധനയിലെല്ലാം പങ്കെടുത്തപ്പോൾ ഹല്ലേലൂയ ഭൂമിയിൽ ഹല്ലേലൂയ ചർച്ചില് നമുക്ക് പാട്ടുകൾ കേൾക്കുന്ന ഒപ്പം തന്നെ സ്വർഗീയ ഒരു ഗാനങ്ങള് ഹല്ലേലൂയ സ്തോത്രം, ഈ ഓർഗൻസിൻ്റെതായ ഇൻസ്ട്രുമെന്റ്സിൻ്റെതായ പല ഗീതങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് പറ്റി. സ്തോത്രം. അപ്പൊ ഞാനോർത്ത് എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നിയത്. അല്ല പ്രിയമുള്ളവരെ, ഞാനും എന്റെ അമ്മയും എന്റെ സഹോദരി ഞങ്ങൾ 3 പേരും ഇത് കേട്ടു. കാരണം ആദ്യം വന്ന് എന്നോട് അമ്മയാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പം എന്റെ സഹോദരിയും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓർത്ത് ഈ ആലയത്തിൽ എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇതെന്താണെന്ന് ഞങ്ങൾ എല്ലാവരും ചുറ്റി നോക്കി. സ്തോത്രം. അവിടെ ഒന്നും കാണുന്നില്ല. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ അപ്പോൾ മനസ്സിലായി ദൈവത്തിന്റെ ഇടപെടലാണെന്ന്. സ്തോത്രം. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം ഹല്ലേലൂയ ഞാനിങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് സ്തോത്രം പറയാനൊക്കെ അറിയാം. ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ നാവിന്മേൽ ഇങ്ങനെ നാവിങ്ങനെ ഒന്നിങ്ങനെ കറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി. പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം. പിന്നെ എന്താ പറയുന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. സ്തോത്രം. ഏകദേശം ആരാധന കഴിഞ്ഞ് ഒരു 5 മിനിറ്റോ സമയത്തോളം സഭ നിശ്ചലമായി. ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒരു വാക്ക് ഞാൻ കേട്ടു, സഹോദരി ശാന്തമാകുന്നു പറയുന്നത് കേട്ടു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ആ ദൈവദാസൻ പറയുകയാണ്, സ്തോത്രം, എന്നൊരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, സ്വർഗീയ ഭാഷ, ദൈവത്തോട് നിങ്ങൾ അനേകം വേടുകളിൽ ഇങ്ങനെ സ്വർഗീയ ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്ര. ദൈവം എല്ലാം കേട്ടു, കർത്താവ് സൗഖ്യം തരും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. അതുമല്ല ഈ ശക്തി വന്നപ്പോൾ ഞാനൊന്നും ആളിനെ പോലെയായി. പ്രത്യേകം ഒരു അനുഭൂതിയായിരുന്നു അപ്പോൾ. സ്തോത്രം. അങ്ങനെ വളരെ പിറ്റേ ദിവസം ഹല്ലേലൂയ ആരാധന നടക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന തീർന്നു പോരുന്ന സമയമായപ്പോഴേക്കും എനിക്ക് അപ്പോഴും അവിടെ ഒരു പ്രതിസന്ധി നേരിട്ടു. ഞാൻ കത്തീഡ്രൽ യൂറിൻ ബാഗ് ഒക്കെ ഉപയോഗിച്ചാണ് പോയത്. സ്തോത്രം. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ 4-ാമത്തെ ദിവസമായപ്പോ പെട്ടെന്ന് ഈ കത്തീഡ്രൽ ഇല്ലാതെ സ്തോത്രം ഈ യൂറിൻ ഇങ്ങനെ പോവാൻ തുടങ്ങി, ലീക്ക് ചെയ്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര, അവിടെ ആ ആലയത്തിൽ നിന്ന് തന്ന ബെഡൊക്കെ ആണല്ലോ, ഇതൊക്കെ നനയും. ഇങ്ങനെ ഭയങ്കര ടെൻഷനായപ്പോ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ അല്ലെങ്കിൽ എന്റെ യൂറിൻ എന്നെങ്കിലും ഒന്ന് ഒരു കൺട്രോൾ തരണമേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസൻ ഹല്ലേലൂയ അവിടെ വചനം പ്രസംഗിക്കായിരുന്നു. അപ്പോൾ ഈ 2 വാക്ക് ഞാൻ കേട്ടു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ഇത്രയും കേട്ടപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു കൊടുങ്കാറ്റ് ഇങ്ങനെ ആഞ്ഞടിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് 4 വിരൽ രൂപത്തിൽ എന്റെ ഈ നെറ്റിമേൽ ഇങ്ങനെ തന്നെ വന്ന് പതിച്ചു. ഞാൻ ഇരുന്ന സ്ഥലത്തു നിന്നും ഒരു പന്തെടുത്ത് എറിയുന്നത് പോലെ ആലയത്തിന്റെ മധ്യത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ സ്തോത്രം, എന്റെ കാതുകളിൽ ഒരു ശബ്ദം കേട്ടു, നമുക്കിതൊന്നും വേണ്ട. വളരെ മൃദുവായ ഒരു ശബ്ദം. അത് ഞാൻ ചോദിച്ചു, ഹല്ലേലൂയ പെന്തക്കോസ്ത് ആലയത്തിലേക്ക് കടന്നു പോയപ്പോൾ എന്റെ വീട്ടിൽ വന്നവരൊക്കെ ആഭരണം ഇടാതെയാ വന്നത്. അതുകൊണ്ട് ഞാൻ, കർത്താവേ, ഞാനൊരു ഹിന്ദു അല്ലേ, 2 ചെറിയ സ്റ്റെഡും ഒരു ചെറിയ ചെയിനും ഇട്ടോട്ടെ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചു. എന്തിനാണ് ഈ ആഭരണത്തെക്കുറിച്ചും കുറെ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ ദൈവം ഹല്ലേലൂയ ഞാൻ ആഭരണം ഇടണമെന്നോ ഇടണ്ട എന്നോ ഒന്നും സമർപ്പിക്കുകയല്ല. സ്തോത്രം. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എന്നോട് ഇടപെട്ട കാര്യമാണ്. സ്തോത്രം. എന്നോട് പറഞ്ഞു നമുക്കിതൊന്നും വേണ്ട എന്ന്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഇത് ഊരി എറിയുവാനിടയായി. ആ കാതിൽ നിന്നും ആ സ്റ്റെഡ് ഊരി അത് ഊരി കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഇത് ഈ ആലയത്തിന്റെ പുനരുദ്ധാരണത്തിന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. അങ്ങനെ എന്റെ ഈ അഭിഷേകം വന്ന് ഞാൻ തെറിച്ചു പോയപ്പോൾ കഴുത്തിൽ ഒരു മാലയും മിന്നൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൊട്ടി താഴെ പോയി. സ്തോത്രം. ഞാൻ എന്നിട്ട് ഇതെല്ലാം തപ്പുക ഇങ്ങനെ പൊട്ടിച്ചെറിയാൻ വേണ്ടി, ഒന്നും കാണുന്നില്ല. സ്തോത്രം. പിന്നീട് അപ്പോഴേക്കും ഹല്ലേലൂയ സ്തോത്രം, ആഭരണമൊന്നും അല്ല വിഷയം.
ഞാനപ്പോ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ എനിക്ക് യേശുവിനെ കാണണം. ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടായിരുന്നു. യേശു ആണെങ്കിൽ എന്റെ അടുക്കൽ വരണം. ഇവിടെ ഒരു മുരുകക്ഷേത്രം, അവിടുത്തെ ദേവനാണെങ്കിൽ എന്റെ അടുക്കൽ വരണം. കാരണം അവിടെ വിട്ടിട്ടാ ഇപ്പൊ പോയത്, സ്തോത്രം, ചർച്ചിലേക്ക് പോയത്. അതുകൊണ്ട് യേശുവെ നീ എന്റെ അടുക്കൽ വരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹല്ലേലൂയ നിലവിളിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഹല്ലേലൂയ സ്തോത്രം, ഒരു ഹല്ലേലൂയ ശബ്ദം എന്റെ കാതുകളിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ഈ ഭവനത്തിൽ വെച്ച് കേട്ടത് ഒരു അശരീരിയാണ്, അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്ന്. എന്നാൽ ഇതെന്റെ കാതുകളിൽ കേൾക്കുകയാണ്. എന്നോട് വ്യക്തമായിട്ട് ഒരാൾ സംസാരിക്കുന്ന പോലെ കേൾക്കുകയാണ്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ ഹല്ലേലൂയ നീ എന്റെ പാപം ക്ഷമിച്ചില്ലേ? സ്തോത്രം, ഹല്ലേലൂയ എന്റെ പാപം ക്ഷമിക്കണമേ എന്ന് ഞാൻ വീണ്ടും ഏറ്റു പറയാനിടയായി. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം രണ്ടാമത് കേൾക്കുകയാണ്, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം. അപ്പോൾ എനിക്കൊരു സന്തോഷമായി. ദൈവമേ നീ എന്റെ പാപം ക്ഷമിച്ചല്ലോ, എന്നാൽ എനിക്ക് അങ്ങയെ കാണണം. ഞാൻ നിർബന്ധം വാശി പിടിച്ചു. ആ സമയം തന്നെ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് വലിയ പ്രകാശം വന്ന് എന്നെ കവർ ചെയ്തു. ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ഒഴുക്കുള്ള ഒരു കാറ്റിങ്ങനെ വന്ന് എന്നെ ഒരു ബ്ലാങ്കറ്റ് പോലെ അങ്ങ് പൊതിഞ്ഞു. അപ്പോൾ നല്ല ചെറിയ ചൂടുവെള്ളം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സ്തോത്രം. അങ്ങനെ ആ ബ്ലാങ്കറ്റിനകത്ത് പൊതിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോവുക. ഒരു തൂവല് പോലെ ഞാനിങ്ങനെ അങ്ങ് പറന്നു പോവുക. ഏകദേശം ആലയത്തിന്റെ മധ്യത്തിലെ ഫാനിന്റെ ലെവലിൽ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ നേരെ പൊങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ അങ്ങ് ആ അന്തരീക്ഷ മണ്ഡലത്തിൽ ചെരിഞ്ഞ് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോൾ ആരോ എന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. ദേവദാസന്മാരാരോ സ്തോത്രം അനേകരുണ്ടല്ലോ അവിടെ. അപ്പോഴും ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്നെ തൊട്ടത്? എനിക്ക് സ്തോത്രം, ഞാൻ എൻ്റെ യേശുവിന്റെ കൂടെ പോവുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അത് പെട്ടെന്ന് എന്നെ തൊട്ടത് കൊണ്ട് എനിക്കൊരു നിരാശയായി. സ്തോത്രം. എന്നാൽ കർത്താവിന്റെ ഈ ശക്തമായ ഈ ഇടപെടൽ, ഹല്ലേലൂയ, ഞാൻ എഴുന്നേൽക്കാൻ ഒത്തിരി നോക്കി. ഒരു മുട്ടുകുത്തി എനിക്ക് പയ്യെ ഞാൻ എഴുന്നേറ്റു. എന്നാലും എനിക്ക് രണ്ട് കാലും കുത്തി എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പ്രത്യേക അനുഭവത്താൽ സ്തോത്ര ദൈവം എന്നെ നിറച്ചു, ശക്തമായ അഭിഷേകത്താൽ നിറച്ചു. വീണ്ടും ഞങ്ങള് സ്തോത്രം ദൈവത്തിന്റെ ഈ അപൂർവമായ ഒരു അത്ഭുതം ആ ചർച്ചിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ അവിടെ 41 ദിവസത്തോളം അവിടെ താമസിപ്പിച്ച് സ്റ്റെപ്പായിട്ട് 7ഉം 3ഉം ഒക്കെ ഉപവാസം ക്രമീകരിച്ച് അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നാം വിട്ടുപോകാതെ വണ്ണമുള്ള ഒരു വചനത്തിന്റെ, ഹല്ലേലൂയ, ഒരു വെളിപ്പാടുകൾ ഞങ്ങളുടെ ഉള്ളിൽ പകർന്നു തരുവാനും, ഹല്ലേലൂയ, കർത്താവ് ശക്തമായ അഭിഷേകം പകരുവാനും ഇടയായി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ, ഞാനും എൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ കൂടെ വലിയ സന്തോഷത്തോടെ, എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ലോകത്തിൽ പ്രവേശിച്ചു. അന്ന് ഞങ്ങൾ വിചാരിക്കുക, ഇങ്ങനെയൊരു ലോകമുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. അതുവരെ നമുക്ക് അനുഭവിക്കാത്ത ഒരു ഭയങ്കര സന്തോഷം. ഇത്രയും നല്ല വിശുദ്ധന്മാരായ ആൾക്കാരുണ്ടോ? അത്രയ്ക്ക് സ്നേഹമാണ് ഞങ്ങൾക്ക് ആ ചർച്ചിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴേക്കും സ്തോത്രം വന്നു. എല്ലാവരും വലിയ സന്തോഷത്തോടെയൊക്കെ കൊണ്ടുപോയതുപോലെ തന്നെ എടുത്തു കൊണ്ടുവന്നപ്പോൾ എൻ്റെ പിതാവും സഹോദരങ്ങളും ചോദിക്കണം, നിനക്ക് സൗഖ്യമൊന്നും ലഭിച്ചില്ലേ? നീ നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതെനിക്കൊരു അല്പമായ നിരാശ ഉണ്ടായെങ്കിലും കർത്താവിനെ വ്യക്തമായി അറിഞ്ഞത് കൊണ്ട് നിരാശപ്പെടുവാൻ ഇടയാൻ വന്നില്ല. ഞാൻ അങ്ങോട്ട് വളരെ സന്തോഷത്തോടെ, സ്തോത്രം. ഫസ്റ്റേ എത്ര സമയം കൂടി ഉണ്ട് ഫസ്റ്റേ? കേൾക്കാൻ വയ്യ. ഒരു 15 മിനിറ്റ്സ് എടുത്തോ. 15 മിനിറ്റ്സ്, 15 മിനിറ്റ് എടുത്തോ. ഓക്കെ. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ഭവനത്തില് കടന്നു വന്നു. എങ്കിലും പ്രാർത്ഥനയും ഉപവാസവും ഭവനത്തിലെ കൂട്ടായ്മയും ഞങ്ങൾ മുടക്കിയില്ല. സ്തോത്രം. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. സ്തോത്രം. 2008 അപ്രതീക്ഷിതമായ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുവാനിടയായി. ഞാൻ പെട്ടെന്ന് ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. എൻ്റെ സഹോദരി അമ്മയും രാവിലെ പോയി. ഞാൻ രാവിലെ കുളിച്ചിട്ട് ഒരു ബാക്ക് റെസ്റ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ കട്ടിലേല് ചാരി കിടന്നുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് ഒരു വെളിപ്പാട് കണ്ടു. എൻ്റെ അമ്മ മരിച്ചു, പക്ഷെ ദഹിപ്പിക്കുക. അങ്ങനെ പെട്ടെന്ന് ഒരു കാഴ്ച കണ്ടപ്പോഴത്തേനും ഞാൻ ഞെട്ടിപ്പോയി. സ്തോത്രം. ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്താ? ഉടനെ ദൈവം എന്നോട് പറയുകയാണ്, സ്തോത്രം, വിളക്ക് കത്തിച്ച് പറയുകയല്ല, അത് തണ്ടിന്മേലത്ത് വെക്കേണ്ടത്, അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെയും പെട്ടെന്ന് ഞെട്ടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവളായിരിക്കുന്നു. സ്തോത്രം. ഒരു ശബ്ദം കേട്ടു. ഞാനിത് ആരോടും പറഞ്ഞില്ല. സ്തോത്രം. എൻ്റെ അമ്മ വിഷമിക്കുമല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കർത്താവ് ഇങ്ങനെ, ഇത് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞേ? എൻ്റെ അമ്മയെ, ഞാൻ ഈ കിടപ്പില്, ഞാൻ സഹോദരി അവള് നഴ്സിങ്ങിന് പോയതായിരുന്നു. പക്ഷെ അവള് ഈ ചർച്ചിൽ പോയിട്ട് അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അവള് മടങ്ങി വന്നിട്ട്, സ്തോത്രം, എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരികയും പിന്നെ
ബൈബിൾ കോളേജില് ബൈബിൾ പഠിക്കാനൊക്കെ ആയിട്ട് സ്തോത്രം BTH പഠിച്ചുകൊണ്ടിരിക്കുക ബൈബിൾ കോളേജില്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു, അമ്മ അങ്ങനെ എടുക്കല്ലേ എന്നൊക്കെ ഞാൻ വാശി പിടിച്ചു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. 4 മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഹല്ലേലൂയ ഗോഡ് ബ്ലാഡറിന്റെ ബിലിറുബിൻ കെട്ടിക്കിടക്കുന്ന ഒരു അസുഖത്തെ കുറിച്ച് മനസ്സിലാക്കുവാനിടയായി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിന്നു ഞങ്ങളുടെ പ്രിയ മാതാവ് വേർപെടുവാനിടയായി. എന്നിട്ട് ജോൺ ന്യൂയോർക്ക് ലൈനിലുണ്ട്, ജോയ് വർഗീസ് ഉണ്ട്, ബിജു അല്ല റീപ പ്രശ്നമുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. 2008 എന്നെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു നിത്യതയിൽ. ഹല്ലേലൂയ, അമ്മ സ്നാനപ്പെട്ടു. എന്റെ അനിയത്തി സ്നാനപ്പെട്ടു. ഇതിനോടകം അമ്മ നിത്യതയിൽ പോകുവാനിടയായി. സ്തോത്രം. എന്നാൽ 2011 എന്റെ ഹസ്ബൻഡും പെട്ടെന്ന് ഒരു ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയിൽ സ്തോത്രം മാറ്റപ്പെടുവാനിടയായി. വീണ്ടും ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസം കൈവിടാം. സ്തോത്രം. Hallelujah. Praise God. സ്തോത്രം. ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. അത്രത്തോളം ദുഃഖവും പ്രയാസവും വരുമ്പോഴും അത്രത്തോളം ദൈവത്തോട് അടുക്കുവാനിടയായി. 2013 ഞങ്ങളുടെ പിതാവും പെട്ടെന്നൊരു സ്റ്റോക്ക് വന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊരു ചോദ്യചിഹ്നമായി. ഞാനും എൻ്റെ സഹോദരിയെ തനിച്ചായി. സ്തോത്രം. ഞങ്ങൾക്ക് സ്തോത്രം ബൈബിൾ കോളേജിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വിവാഹം കഴിക്കണം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പോയില്ലേ, നിങ്ങൾ തന്നെ ചെറുക്കനെ കൊണ്ടുപോകും, ഞങ്ങൾ കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ ചെറുക്കനെ കൊണ്ടുപോകും. സ്തോത്രം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പ്രിയമുള്ളവരെ. എൻ്റെ ചേച്ചി പറഞ്ഞു, നിങ്ങൾ ആഭരണങ്ങളൊക്കെ ഒരു ഇങ്ങനെ വേറൊരു സമുദായത്തിലേക്ക് പോയില്ലേ, ഇതൊക്കെ ഇട്ട് തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങൾ കല്യാണം നടത്താമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അതിനൊന്നും ദൈവത്തോട് ഞങ്ങൾ ഉറച്ച നിലവിളിയുമായി ഞങ്ങൾ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ഇരുന്ന് 2015 ജനുവരി 24 അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ആരുടെയും ഹെൽപ്പില്ലാതെ ഞാൻ മനോരമ പത്രത്തിൽ കണ്ട ഒരു നമ്പറിൽ വിളിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപൈതല് മർത്തോമ സമുദായത്തിൽ നിന്നും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഹല്ലേലൂയ ആ ദൈവപൈതല് വിദേശത്തായിരുന്നു, ഇലക്ട്രീഷ്യനായിരുന്നു അദ്ദേഹം. എൻ്റെ അനുജത്തിയെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഒരു വിശുദ്ധ വിവാഹം നടത്തുവാനിടയായി. സ്തോത്രം. ഒരു കുഞ്ഞുമായി അവർ ദൈവത്തെ സേവിച്ച് നിരണത്തിന്റെ ദേശത്ത് ഇപ്പോൾ അവർ ഹല്ലേലൂയ മുൻപോട്ട് പോകുന്നു. സ്തോത്രം. പിന്നീട് സ്തോത്രം ഹല്ലേലൂയ അതിനുശേഷം 2017 എൻ്റെ ബ്രദർ ഹല്ലേലൂയ സ്തോത്രം ലിവർ സിറോസിസ് വന്ന് ഒരു ഗുരുതരാവസ്ഥയില് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ സ്തോത്രം ഞാൻ ഇങ്ങനെ പോസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഈ ഭവനത്തിൽ ഈ കട്ടിൽ കിടക്കുകയാണ്. സ്തോത്രം. അപ്പോൾ എൻ്റെ നാത്തൂൻ പറഞ്ഞു, സ്തോത്രം, ജോലിക്ക് പോയപ്പോൾ ഇവിടെ എങ്ങും ഈ പ്രദേശത്ത് എങ്ങും ആരില്ല, കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയി, ചേച്ചി ഉറങ്ങല്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ ഉറങ്ങിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കിടന്ന് ഉറങ്ങുന്ന ആ സമയത്ത് തന്നെ ഹല്ലേലൂയ പെട്ടെന്ന് ഒരു കാഴ്ച കാണുവാൻ ഇടയാവുകയാണ്. ഉറക്കം എന്ന് പറഞ്ഞാല് ഒരു അകാരണമായ ഉറക്കം എൻ്റെ കണ്ണുകളെ മൂടി. ഞാൻ പെട്ടെന്ന് താഴോട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വീഴും എന്ന് കണ്ടപ്പോൾ കട്ടിലെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റൂമിന്റെ വാതകലായിട്ട് സ്തോത്രം അപ്പുറത്ത് ഈ റൂമിന്റെ അപ്പുറത്ത് റൂമുണ്ട്. ആ റൂമിനകത്ത് ഒരാൾ വന്ന് നിൽക്കുക. സ്തോത്രം. വെള്ള വസ്ത്രധാരിയാണ്, താടിയുണ്ട്, മുടിയുണ്ട്, ഇത്രയും മുടിയൊക്കെ ഉണ്ട്. സ്തോത്രം. നല്ല സ്കെൽറ്റായിട്ട് ഒരു 6 അടിയിൽ മേളിലാണ്. സ്തോത്രം. നല്ല വെള്ള വസ്ത്രത്തോടെ, എന്ത് വസ്ത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു വസ്ത്രമായിട്ട് വന്ന് നിൽക്കണം. ഒരു കയ്യില് ഈ ബൈബിൾ ഉണ്ട്. സ്തോത്രം. സത്യവേദ പുസ്തകം. മറു കയ്യിൽ നിന്ന് സ്തോത്രം ഇങ്ങനെ ഈ ഉള്ളം കൈക്ക് അകത്തുനിന്ന് ഈ നമ്മള് ഉറവ മഴ പെയ്ത് കഴിയുമ്പോൾ ഉറവ പൊട്ടി ഒഴുകുന്നത് പോലെ ബ്ലഡ് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഒഴുകുകയാണ്. സ്തോത്രം. അങ്ങനെ ആ ബ്ലഡ് ഒഴുകി താഴേക്ക് വന്നിട്ട് ഞങ്ങളുടെ ആ റൂം മുഴുവനും ഇങ്ങനെ ഒഴുകുന്നതായ ഒരു ദർശനം കണ്ടു. സ്തോത്രം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ചോര എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഈ വാതക്കിലേക്ക് വന്നു നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവായ യേശു ആണെന്ന്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഈ കട്ടിലെന്ന് അല്ലെങ്കിൽ ആത്മാവിലാണ് ദർശനമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചാടി യേശുപ്പച്ചന്റെ മാറോട് ഇങ്ങനെ പറ്റിച്ചേർന്നു. സ്തോത്രം. ഹല്ലേലൂയ.
ആ സമയം എന്താണ്, ഏത് അനുഭൂതിയാണെന്ന് നമുക്കറിയില്ല. കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ സ്തോത്രം എടുക്കപ്പെടുമ്പോൾ നമ്മൾ ആ ഹല്ലേലൂയ സാന്നിധ്യത്തിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു അനുഭവമായിരിക്കാം ഒരുപക്ഷെ ദൈവം എനിക്ക് ഹല്ലേലൂയ ആ ദർശനത്തിലൂടെ മനസ്സിലാക്കി തന്നതെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. ഹല്ലേലൂയ മറിഞ്ഞിരിക്കുന്നതൊക്കെയും യഹോവയ്ക്കുള്ളതാണല്ലോ. സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവപ്പച്ചന്റെ അടുക്കൽ നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ 2017 ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ ദർശനം. അപ്പോൾ ഞാൻ യേശുവപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച എനിക്ക് വചനം പറയുവാനുള്ള ശക്തി തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ സ്തോത്രം എന്റെ ഈ വലത്തെ കൈയുടെ കൈത്തണ്ടയുടെ അകത്ത് ഇങ്ങനെ 2 വിരൽ കൊണ്ട് ഒന്ന് സ്പർശിച്ചു. സ്തോത്രം. ആ അനുഭൂതി ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിന്റെ വിരല് നമ്മളെ സ്പർശിച്ചാൽ എങ്ങനെയാ അത്രയും മാർദ്ദവമായ ഒരു അനുഭവം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പച്ച എന്റെ തലയിൽ കൂടി ഒന്ന് കൈവച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞപ്പം എന്നോട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ്, നിന്നെ ഞാൻ തൊട്ടില്ലേ അത് മതിയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം. പത്രോസ് പറഞ്ഞതുപോലെ കാല് കഴുകുന്നെങ്കിൽ എന്റെ തല കൂടി ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ സ്തോത്രം. പിന്നീടാണ് ഇതൊക്കെ വായിച്ച് വെളിപ്പെടുവാൻ മനസ്സിലായത്. സ്തോത്രം. അങ്ങനെ ഒരു വലിയ അനുഭവം ഉണ്ടായി. പ്രിയമുള്ളവരെ, ആ സെക്കൻഡിൽ എന്റെ സഹോദരൻ ഹല്ലേലൂയ അവിടെ സൗഖ്യം പ്രാപിച്ചു. അപ്പൊ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഡിസ്ചാർജ് ആകും. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നപ്പോ എന്തിനാ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പേര് കളയാനാണോ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ എന്റെ അനുജത്തിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു സമാധാനത്തിന് വേണ്ടി ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. സ്തോത്രം. എന്നാൽ വീണ്ടും ആരോഗ്യത്തോടെ 1 വർഷം കൂടി ഹല്ലേലൂയ സ്തോത്രം ബ്രദറിന് ദൈവം ആയുസ് കൊടുത്തു. രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെടുവാനിട വന്നില്ല, മാറ്റപ്പെടുവാനിടയായി. സ്തോത്രം. നിത്യയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അനേക ശോധനകളിലൂടെ കടന്നുപോയെങ്കിലും വീണ്ടും 2019 ഉപവാസ പ്രാർത്ഥന ഒട്ടും ഉണ്ടാക്കിയില്ല. സ്തോത്രം. 2018 അവസാനത്തില് ഒരു സ്തോത്രം, ഒരു ദൈവത്തിന്റെ വലിയൊരു എൻകൗണ്ടർ എനിക്കുണ്ടായി. സ്തോത്രം. ഞാൻ ഇങ്ങനെ രാത്രി കിടക്കുകയാണ്. സ്തോത്രം. കിടന്നപ്പോ ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് നല്ല ക്ഷീണമുണ്ട്, വെളുപ്പിന് 3 മണിക്ക് എന്നെ ഒന്ന് വിളിക്കണമേ. 3 മണിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അന്നൊക്കെ. സ്തോത്രം. അപ്പോൾ ഞാൻ 3 മണിക്ക് കൃത്യം കണ്ണു തുറന്നു. ആ ശാരീരത്തിന്റെ ക്ഷീണം കൊണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ 2 സ്തോത്രം പറഞ്ഞിട്ട് തിരിഞ്ഞു കിടക്കുവാനിടയായി. സ്തോത്രം. തിരിഞ്ഞു കിടന്നപ്പോൾ പെട്ടെന്ന് എന്റെ ഈ ബെഡിന്റെ ഈ സൈഡിൽ വന്നിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് കുത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ സ്തോത്രം, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്നെ തട്ടി ഇങ്ങനെ കുത്തി എനിക്ക് നോവുകയും ചെയ്തു. എഴുന്നേൽപ്പിക്കുന്നതാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഏറ്റവും സ്തോത്രം പറഞ്ഞു. പക്ഷെ പിന്നീടും എനിക്ക് അങ്ങ് ക്ഷീണം കണ്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് ഭിത്തി സൈഡിലേക്ക് കിടന്നു. അപ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. സ്തോത്രം. ഞാൻ നിന്നെ ഉയർത്തും. ഒരു ഭയങ്കര ശബ്ദമാണ്, ഒരു പുരുഷ ഗാംഭീര്യമാണ് എനിക്കിത് കേൾക്കുവാൻ കഴിഞ്ഞത്. സ്തോത്രം. ഞാനപ്പോൾ വിറച്ച് ചാടി എഴുന്നേറ്റു. സ്തോത്രം. ഹല്ലേലൂയ. ഏകദേശം 1-1.5-2 മണിക്കൂറോളം അന്യഭാഷയിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുവാനിടയായി. സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ എനിക്ക് 2019 ആരംഭത്തിൽ എനിക്ക് ചർച്ചിൽ പോകാൻ നിവൃത്തിയില്ല. എന്നെ കൊണ്ടുപോകാൻ ആളുമില്ല. എനിക്ക് നല്ല ആരാധനയ്ക്ക് ഒന്നിച്ചിരുന്ന് ആരാധിക്കുവാനുള്ള ആ ദാഹം കൊണ്ട് ഞാൻ എന്നും പറയുമായിരുന്നു, എനിക്ക് അഭിഷേകമുള്ള ഒരു 3-4 വ്യക്തികളെ തരണം ഒന്നിച്ചിരുന്ന് ആരാധിക്കാനെന്ന്. അങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിച്ചു. 2019 ആദ്യം തന്നെ റീമ പ്രെയർ മിനിസ്ട്രി എന്ന പേരിൽ ഹല്ലേലൂയ ഒരു മിനിസ്ട്രി തുടങ്ങുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ആരംഭത്തിൽ ഒരു 12 പേരായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. എന്നാൽ അന്ന് തന്നെ 22 പേരായി. സ്തോത്രം. ഇപ്പോൾ ഏകദേശം ഒരു 56 മെമ്പേഴ്സ് ഉണ്ട്. സ്തോത്രം. വെറുതെ അല്ല, അവരൊക്കെ നല്ല ശുശ്രൂഷകരും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് സ്തോത്രം അങ്ങനെ ഒരു മിനിസ്ട്രി ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓഗസ്റ്റ് 24-ാം തീയതി ആകുമ്പോൾ റീമ പ്രെയർ മിനിസ്ട്രി തുടങ്ങിയിട്ട് 5 വർഷമായി. സ്തോത്രം. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കമില്ലാതെ വൈകിട്ട് ആരാധനയും വചന ശുശ്രൂഷയും ഒക്കെ നടക്കുന്നു. സ്തോത്രം. അനേകരെ കടന്നു വരുന്നു, വിടുതൽ പ്രാപിക്കുന്നു. അതുപോലെ വാട്സപ്പില് ഗൂഗിൾ മീറ്റ് തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമേ ആയുള്ളൂ. അതിനു മുമ്പ് വാട്സപ്പിൽ 24 മണിക്കൂറും പ്രയറും വൈകുന്നേരം ശുശ്രൂഷയും ഉണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ അനുഗ്രഹകരം അനേക വിടുതലുകൾ, അനേകര് സൗഖ്യം പ്രാപിക്കാൻ, അനേകർക്ക് ആശ്വാസത്തിലും ദൈവം അതൊരു മുഖാന്തരമാക്കി. റീമ എന്ന പേര് എല്ലാവർക്കും അറിയാമല്ലോ. കർത്താവ് കാതുകളിൽ കേൾപ്പിച്ച ആ ശബ്ദത്തോടുള്ള ആ സ്നേഹവും ദൈവം എന്നോട് ഹല്ലേലൂയ സംസാരിക്കുന്ന ആ സ്നേഹത്തിൽ നിന്നാണ് ആ പേര് എനിക്ക് ഈ മിനിസ്ട്രിക്ക് ഇടുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചത്. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഈ 7 എനിക്ക് സ്തോത്രം
ഒരു ജാതീയമായ മാർഗത്തില് 30 ദേവന്മാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്തോളൊന്നും അറിയത്തില്ല. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഹൈന്ദവാചാര പ്രകാരം 10 അവതാരങ്ങളിലും ഹല്ലേലൂയ അതില് ത്രിമൂർത്തി സങ്കല്പത്തിലൊക്കെ ഞാൻ വളരെ വിശ്വസിച്ചു പോന്ന എനിക്ക് സ്തോത്രം അതൊന്നും ഹല്ലേലൂയ അറിയാത്തതിനെ നിങ്ങൾ ആരാധിക്കുന്ന അജ്ഞാത ദേവനെന്ന് എഴുതിയ ഒരു വേദിക്കൽ ഞാൻ കണ്ടുവെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഹല്ലേലൂയ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ പുറത്തൊരു വേദിക്കൽ ഇങ്ങനെ വെക്കും. അതിന് മാത്രം പേരില്ല. ബാക്കി എല്ലായിടത്തും എല്ലാ ദേവന്മാരുടെയും പേരെഴുതി വെക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ കുഞ്ഞിനെയൊക്കെ നടക്കുമ്പോ ഞങ്ങൾ പോയി അപ്പൊ അവിടെ ഈ അരിയും പൂവൊക്കെ ഇട്ട് അവിടെ ഇതൊക്കെ ചെയ്യും. ഈ പൂജാരി സ്തോത്രം നേദ്യങ്ങളൊക്കെ ഇട്ട് തീർത്ഥങ്ങളൊക്കെ തളിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ അടുക്ക് ചെന്നിട്ട്, ഇതന്നെ ഈ കല്ലിന് മാത്രം ഒരു പേരും ഇല്ലെന്ന്, ബാക്കിയുള്ള എല്ലാ കല്ലുകൾക്കും പേരുണ്ട്, ഈ കല്ലിന് മാത്രം പേരില്ലേ? അതെ പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ ജാതികൾ ഹല്ലേലൂയ അജ്ഞാത ദേവനം അല്ലെങ്കിൽ അറിയാത്തതിനെ ആരാധിച്ചു പോരുന്നു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നാം ഇന്ന് അറിയുന്നു. സ്തോത്രം. ആരെയാ? ഹല്ലേലൂയ മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഹല്ലേലൂയ ഈ ഉലകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊന്നും ഹല്ലേലൂയ മാനവരക്ഷയ്ക്കായി ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് വരുവാൻ കാലമായി. നമുക്കെല്ലാവർക്കും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ അരുമനാഥനായ ക്രിസ്തു യേശുവിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം. നമുക്ക് നിങ്ങൾ ഹല്ലേലൂയ കേൾക്കുന്നവർ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരാണ്. സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ നമുക്ക് ഒരാളോടെങ്കിലും സുവിശേഷം ഒരു ദിവസം പറയുവാൻ കഴിഞ്ഞാൽ, ഒരു ഭവനത്തിൽ ചെല്ലുവാനിടയായാൽ ഒരു പേപ്പർ കഷ്ണം എന്ന് എനിക്ക് അന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഒരു ട്രാക്ട് കൊടുക്കുവാൻ, ഒരു ദൈവവചന ലഘുലേഖ വിതരണം ചെയ്യുവാൻ കഴിഞ്ഞാൽ, എന്നെ പോലെ അന്ധകാരത്തിൽ കിടക്കുന്നവർ, ആത്മഹത്യക്ക് അടിമപ്പെട്ടവർ അനേകര് ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ, ഹല്ലേലൂയ നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ ഇടയാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇത്രത്തോളം സമയം എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം കൃത്യമാണ്. ഫസ്റ്റ് കൂടുതൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല വലിയ വേളയിൽ ഇപ്രായം നമുക്ക് ദൈവത്തിന്റെ അടുത്തൊരു ദൈവം